ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ചെർപ്പളശ്ശേരി വ്യാപാര വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായി നിർധനരായ എന്നാൽ പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ സഹായം നൽകുകയാണ്. എന്തും മാതൃകമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നല്ലേ. എന്തായാലും അവരുടെ ഒരു അംഗങ്ങളെല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. ഈ മാതൃകാപരമായിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി, ഇത്തരത്തിലുള്ള ഒരു ആശയം എങ്ങനെയാണ് മുന്നിലേക്ക് വന്നത്? ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതേപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഇത്തരം പരിപാടികൾ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ചെർപ്പളശ്ശേരി CI ശ്രീ കവിരാജ് സാറ് 2 ആഴ്ച മുമ്പ് ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനെ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവരുമായി സഹകരിച്ച് ആലോചിച്ച് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിക്ക് ഉള്ളിലുള്ള സ്കൂളുകളിൽ നിന്ന് നിർധനരായ പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 100 വിദ്യാർത്ഥികൾക്കാണ് ഞങ്ങൾ 29-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 മണിക്ക് സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. അത് ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ അത്രയും കാര്യങ്ങൾ സമാഹരിച്ചിട്ടുള്ളത്. ബാഗ്, പുസ്തകം, മറ്റ് പിന്നെ സ്കെയിൽ, പെൻസിൽ അടക്കമുള്ള ഒരു കുട്ടിക്ക് വേണ്ട ഉള്ള ആവശ്യ എല്ലാ സാധനങ്ങളും ആ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 100 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് പോലീസ് ചീഫാണ്, അജിത് കുമാർ സാറാണ്. അദ്ദേഹത്തോടൊപ്പം ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെയും മുഴുവൻ പോലീസുകാരുടെയും സഹകരണമുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് DYSP, അഡീഷണൽ SP അടക്കമുള്ള ആളുകൾ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് 29-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് തന്നെ ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ ആളുകളും, പൊതുസമൂഹത്തെ മുഴുവൻ ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ഒരു 5-8 അല്ലെങ്കിൽ 3-4 പഞ്ചായത്തുകളിലെ നിർധനരായ കുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് മുഴുവൻ ആളുകളെയും ആ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ്. എന്താണ് വ്യാപാരി വ്യവസായ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് യോജിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം, ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറ് SLC +2 കുട്ടികൾ പാസ്സായ കുട്ടികൾക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കലാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഇതുമായി ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് ബഹുമാനപ്പെട്ട ചെർപ്പളശ്ശേരി CI കവിരാജ് സാറാണ്. സാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എന്ത് ചെയ്യും? ഇതൊരു സാമ്പത്തികമാണല്ലോ. 100 കുട്ടികൾക്ക് ഈ ബാഗ് ഇതെല്ലാം കൊടുക്കണമെങ്കിൽ നല്ലൊരു സാമ്പത്തികമാണ്. അത് ഞങ്ങളെക്കൊണ്ട് സാധാരണ കയ്യിൽ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, ബഹുമാനപ്പെട്ട ഈ വ്യാപാരി വ്യവസായയുടെ ജില്ലാ സെക്രട്ടറിയും ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ അമീർ സാറിനെ കാണാം. സാറിനെ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാമെന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ ആയിക്കോട്ടെ നമുക്കൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് സാറ് പിന്നെ ബന്ധപ്പെടുകയാണ്. ശേഷം മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഉണ്ണികൃഷ്ണനും രാമകൃഷ്ണനൊക്കെ വന്ന് ബന്ധപ്പെട്ടു. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ നല്ല സന്തോഷപൂർവ്വം ശരി കുട്ടികൾക്കല്ലേ അതുകൊണ്ട് ഞങ്ങൾ തരാമെന്ന് അവർ സന്തോഷപൂർവ്വം പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയൊരു ഇത്, കാരണം ഈ ഒരു പരിപാടി ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നത്. ഞങ്ങൾ ഇത് മോണിറ്ററിംഗ് കമ്മിറ്റി 2006 തുടങ്ങി 20 വർഷമായി ഇന്നത്തേക്ക്. ഞങ്ങൾ 2012 മുതലാണ് കുറച്ച് ഗൗരവമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഇത്തരം പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു വർഷത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കുട്ടികൾക്ക് 100 കുട്ടികൾക്ക് ഇങ്ങനെ പഠനോപകരണം കൊടുക്കുന്നത്. മറ്റൊക്കെ നമ്മളെന്താ വെച്ചാൽ SLC +2 പാസ്സായ കുട്ടികൾക്ക് മാത്രം ഒരു ഇത് കൊടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഈ പരിപാടിക്ക് ഞങ്ങൾ സഹകരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചെർപ്പളശ്ശേരി യൂണിറ്റോട് ഞങ്ങൾ നന്ദി കടപ്പാട് ഞങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ്. എന്തായാലും 29-ാം തീയതി 3:30 ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയും അഡീഷണൽ SPയും പിന്നെ മണ്ണാർക്കാട് DSP ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ നാട്ടുകാരെല്ലാം വരണം. അതോടൊപ്പം വാർത്താമാധ്യമങ്ങളും വരുന്നത് ഞങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കണം. അതിലൂടെ ഞങ്ങൾക്ക് ഏറ്റവും നന്ദി പറയാനും പ്രകടിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ചെർപ്പളശ്ശേരി CI കവിരാജ് സാറിനോട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം തോന്നുന്നത്. ഒരു സന്തോഷം. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ആരും എന്ത് വന്ന് ചോദിച്ചാലും 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെർപ്പളശ്ശേരിയിലെ വ്യാപാരി സമൂഹം. അതുപോലെ തന്നെയല്ലേ ഈ ഒരു കാര്യവും നടന്നത്? ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹം ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇന്ന് ആളുകളൊക്കെ കച്ചവടക്കാരെ മറന്നുകൊണ്ടിരിക്കുകയാണ്. പൊതു കാര്യങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ ഓൺലൈൻ കച്ചവടത്തിലേക്ക് പോകുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹം നിലനിൽക്കണം. ഈ സമൂഹത്തിൽ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിലനിൽപ്പുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇത്തരത്തിൽ ഞങ്ങൾ സഹകരിക്കാറുണ്ട്. ഇപ്പോൾ ഈ പരിപാടി തന്നെ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണത്തോടെയാണെങ്കിലും അവരാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതെങ്കിലും പൊതുവായ നിർധനരായ എല്ലാ കുട്ടികളും ഇതിലുണ്ട്. അത് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും SC/ST കുട്ടികൾ മാത്രമല്ല, 100% എല്ലാ കുട്ടികളും, എല്ലാ വിഭാഗത്തിലുള്ള നിർധനരായ പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ പിന്നെ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ചെർപ്പളശ്ശേരി പ്രദേശത്തുള്ള ആദ്യം എന്ത് പരിപാടി നടക്കുമ്പോഴും വ്യാപാരി വ്യവസായി തന്നെ വേണം അതിനൊരു ഭാഗമാവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അല്ലേ? അല്ല, അത് എന്താ വെച്ചാൽ അത് ഞങ്ങൾക്കാണ് അത് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചിരിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങളാണ്.
അത് സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ ആദ്യം കൊടുക്കുക. അപ്പോൾ ഒരു പ്രളയം വരുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അറിയാം, അതേമാതിരി കോവിഡ് വന്നപ്പോൾ പിന്നെ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കൊടുത്ത സഹകരണവും സാധനങ്ങളും എല്ലാ അത്യാവശ്യ ഘട്ടങ്ങളിലും ആദ്യമായി ഞങ്ങളുടെ കൈത്താങ്ങാണ് ഈ സമൂഹത്തിന് എത്താറ് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വലിയ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഷൺമുഖേട്ടൻ, അതേപോലെ തന്നെ അമീദിക്ക, ഇക്ബാൽക്ക, രാമകൃഷ്ണൻ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഒരു ഒറ്റക്കെട്ടായി ഒരു വലിയൊരു പരിപാടി ഈ വരുന്ന 29-ാം തീയതി ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും സഹകരണവും ഇവരെല്ലാവരും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 29-ാം തീയതി കാണാം. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.